കുടുംബത്തെ കരകയറ്റാൻ വിദേശത്തേക്ക് വിമാനം കയറിയിട്ടും ഒടുക്കം ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തിരിച്ച് നാട്ടിലേക്കെത്തിയവർ നിരവധിയാണ്. തട്ടിപ്പിലും കെണികളിലും കുടുങ്ങി ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് നാട്ടിലെത്തിയവർ. അതറിയാത്തവർ വായിച്ചും കണ്ടും അറിഞ്ഞ ജീവിതമായിരുന്നു ആടുജീവിതത്തിലെ നജീബിൻ്റേത്. എന്നാൽ തൂക്കിലേറാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാന നിമിഷമെങ്കിലും പടച്ചോൻ രക്ഷകനായി എത്തുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം എന്ന കോഴിക്കോടുകാരൻ. അദ്ദേഹത്തിന്റെ ജീവിതം ആടുജീവിതത്തിനേക്കാൾ ഭീകരവുമാണ്. 18 വർഷം മുമ്പ് 2006 യുവാവായിരുന്ന അബ്ദുൾ റഹീം സൗദിയിലേക്ക് എത്തിയത്. ഡ്രൈവർ ജോലിക്കായി അബ്ദുൾ റഹീം റിയാദിലെത്തി 28ാമത്തെ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഈ സംഭവം ഉണ്ടായത്. റഹീമിന്റെ സ്പോൺസറായിരുന്ന ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹ്രിയുടെ മകൻ അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രധാന ജോലി. അനസിന്റെ ശരീരത്തിന് ചലനശേഷി ഉണ്ടായിരുന്നില്ല. 15 വയസ്സുകാരനായ അനസുമായി അബ്ദുൾ റഹീം വളരെ പെട്ടെന്ന് തന്നെ അടുത്തെങ്കിലും കുട്ടികളുടേതായ വാശിയും ബഹളവുമൊക്കെ അനസിന് ഉണ്ടായിരുന്നു. കഴുത്തിൽ ഘടിപ്പിച്ച ഒരു പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത്. 2006 ഡിസംബർ മാസത്തിലെ ഒരു ദിവസം അനസിനെ കാറിലിരുത്തി അബ്ദുൾ റഹീം ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. അതിനിടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു പോകണമെന്ന അനസ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഗുരുതരമായ നിയമലംഘനമാവുകയും തന്റെ ജോലി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയും ഉണ്ടായിരുന്നതിനാൽ അനസിന്റെ ആവശ്യം റഹീം നിരാകരിച്ചു. അതിന്റെ പേരിൽ റഹീമുമായി അനസ് കാറിൽ വെച്ച് തന്നെ വഴക്കിടാനും തുടങ്ങി. പിൻസീറ്റിലിരുന്ന അനസിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ തിരിഞ്ഞപ്പോൾ പലതവണ അബ്ദുൾ റഹീമിന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ തുപ്പുകയായിരുന്നു അനസ് ചെയ്തത്. തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടുകയും ചെയ്തു. ഇതോടെ കുട്ടി ബോധരഹിതനായി. ഏറെ നേരം കഴിഞ്ഞിട്ടും ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ സംശയം തോന്നി നോക്കിയപ്പോഴാണ് ചലനമില്ലാതെ കിടക്കുന്നത് കണ്ടത്. ഇതോടെ ഭയന്നുപോയ അബ്ദുൾ റഹീം സൗദിയിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്ന മാതൃസഹോദരപുത്രൻ മുഹമ്മദ് നസീറിനെ വിളിച്ച് വിവരം അറിയിച്ചു. പിന്നീട് ഇരുവരും പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വിചാരണയിൽ അബ്ദുൾ റഹീമിന് വധശിക്ഷയും നസീറിന് 10 വർഷം തടവും കോടതി വിധിച്ചു. ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം സമ്മതിച്ചത്. ഈ മാസം 16 അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ് സൗദി അറിയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് 34 കോടി രൂപ നൽകിയാലേ മോചനം സാധ്യമാകൂ. വിവിധ സംഘടനകളുടെയും പ്രവാസി സമൂഹത്തിന്റെയും നേതൃത്വത്തിലുള്ള ജനകീയ സമിതിക്ക് ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞത് 13 കോടി രൂപ മാത്രമാണ്. ബാക്കി 21 കോടിക്കായി ഇനി വെറും 6 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുവരെ ലഭിച്ച തുകയുടെ വിവരങ്ങളടക്കം മരിച്ച കുട്ടിയുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തി കുറച്ചുകൂടി സാവകാശം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏപ്രിൽ 30 വരെയെങ്കിലും തീയതി നീട്ടി നൽകണമെന്നാണ് സമിതിയും കുടുംബവും ആവശ്യപ്പെടുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.